ഹലോ ഗൈസ്, സൈലന്റ് എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മറ്റൊരു സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു കന്നി കിരീടം എന്നുള്ള പ്രതീക്ഷയുമായി നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തൊരു സീസണിലേക്ക് അംഗത്തിനിറങ്ങുകയാണ്. കഴിഞ്ഞ 3 സീസണിലും ക്ലബിനെ നയിച്ചിരുന്ന നമ്മുടെ സ്വന്തം ആശാൻ ഇവാൻ വുക്കോവിനോവിച്ച് ക്ലബ്ബ് വിട്ടു പോയിരിക്കുന്നു. സോ പുതിയ കോച്ചായ സ്വീഡിഷുകാരനായ മിക്കായൽ സ്റ്റാരയുടെ കീഴിലാണ് ക്ലബ് ഇത്തവണ അണിനിരക്കുന്നത്. പുതിയ കോച്ച്, പുതിയ സീസൺ, പ്രതീക്ഷകളൊക്കെ പഴയത് തന്നെ. ഈ സീസണിൽ നമ്മുടെ ക്ലബിന് വേണ്ടി ISL അണിനിരക്കുന്ന 6 ഫോറിൻ പ്ലേയേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് 6 ഫോറിൻ പ്ലേയേഴ്സിനെ കുറിച്ച് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. നമുക്കിനി ഒരു ഓർഡർ വൈസ് ഡിഫൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം പറയുന്ന താരം മിലോസ് ഡ്രിൻസിച്ച് ആണ്. 25 വയസ്സുള്ള മോണ്ടെനെഗ്രീൻ പ്ലെയർ ആണ്. കഴിഞ്ഞ സീസണിൽ ക്ലബിൻ്റെ കൂടെ കയറിയ താരമാണ്. നമ്മുടെ സെൻറ്റർ ബാക്ക് ആയിരുന്ന മാർക്കോ ലെസ്കോവിച്ചിന് ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണ് ആദ്യം മിലോസ് ഡ്രിൻസിച്ച് ക്ലബിലേക്ക് കടന്നു വന്നിരുന്നത്. എന്നാൽ മാർക്കോ ലെസ്കോവിച്ചിന് ഇഞ്ചുറി കൺസേൺസ് വന്നപ്പോൾ സെൻറ്റർ ബാക്ക് അല്ലെങ്കിൽ ഡിഫൻസിൻ്റെ മെയിൻ ചുമതല ഡ്രിൻസിച്ച് ഏറ്റെടുക്കുകയും അത്യാവശ്യം നന്നായിട്ട് തന്നെ അദ്ദേഹം കീപ്പപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. താരത്തിന് ഇപ്പോൾ ക്ലബ്ബ് 2026 വരെ ഒരു എക്സ്റ്റൻഷനും കൊടുക്കുന്നുണ്ട് കോൺട്രാക്റ്റിന്. സോ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു ലോങ് ടൈം പ്ലെയർ ആയിട്ട് തന്നെയാണ് ക്ലബ്ബ് ഇദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നത്. പോരാത്തതിന് ഈ സീസണിലെ വൈസ് ക്യാപ്റ്റൻ്റെ ചുമതലയും ഇദ്ദേഹത്തിന് ഏൽപ്പിക്കുന്നുണ്ട് ക്ലബ്ബ്. ഇനി പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഡിഫൻസിലേക്കുള്ള പുതിയ സൈനിങ്ങിനെ കുറിച്ചാണ്. അലക്സാണ്ടർ കൊയ്ഫ്, 32 വയസ്സ് പ്രായമുള്ള ഫ്രഞ്ച് പ്ലെയർ ആണ്. ഫ്രഞ്ച് അണ്ടർ-21 നാഷണൽ ടീമിലൊക്കെ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട് താരത്തിന്. സെൻറ്റർ ബാക്കായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും അതേപോലെ റൈറ്റ് ബാക്കായിട്ടും കളിക്കാൻ കെൽപ്പുള്ള ഒരു ഫ്ലെക്സിബിൾ പ്ലെയർ ആണ്. RC ലെൻസ്, ഫ്രാൻസിലെ RC ലെൻസിൻ്റെ യൂത്ത് സിസ്റ്റത്തിൽ കൂടെയാണ് അദ്ദേഹം പ്രൊഫഷണൽ കരിയറിലേക്ക് കടന്നു വരുന്നത്. ലീഗ് 1, ഇറ്റാലിയൻ ലീഗ്, സ്പാനിഷ് ലീഗ്, ഗ്രീക്ക് സൂപ്പർ ലീഗ്, ഇപ്പോൾ ഫൈനലി ലീഗ് 2 എന്നീ ലീഗുകളിലെല്ലാം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. SM കെയ്ൻ എന്ന് പറയുന്ന ലീഗ് 2 ക്ലബിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കടന്നു വരുന്നത്. സോ ഈ നേരത്തെ പറഞ്ഞ പോലെ അനേകം പൊസിഷൻസിൽ കളിക്കാൻ കെൽപ്പുള്ള താരമായതുകൊണ്ട് കോച്ച് മേ ബി സെൻറ്റർ ബാക്കിലേക്ക് അല്ലാതെ തന്നെ മറ്റുള്ള പൊസിഷൻസിലേക്കും താരത്തെ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരേ ഒരു ഫോറിൻ പ്ലെയർ സാന്നിധ്യമാണ് നമുക്ക് ഉള്ളത്. നമ്മുടെ ക്യാപ്റ്റനായ എഡ്രിയൻ ലൂണ, 32 വയസ്സുള്ള ഉറുഗ്വേയൻ മജീഷ്യൻ. താരത്തിൻ്റെ പ്രകടനത്തിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 3 സീസണായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവാൻ വുക്കോവിനോവിച്ചിന് കീഴിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം. 61 മത്സരങ്ങളിൽ നിന്ന് 15 ഗോളും 20 അസിസ്റ്റും അദ്ദേഹം ക്ലബിന് വേണ്ടി നേടിയിട്ടുണ്ട്. സോ ഈ സീസണിലേക്ക് വരുമ്പോൾ പുതിയൊരു കോച്ചും പുതിയൊരു സിസ്റ്റവുമാണ്. സോ ആ ഒരു കോച്ചിന് കീഴിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തെളിയിക്കേണ്ട കാര്യം തന്നെയുണ്ട്. കാരണം ഡിസംബർ 2023 കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഒരു നീ ഇഞ്ചുറി വന്ന് പുറത്തു പോവുകയായിരുന്നു. പിന്നെ സീസണിൻ്റെ അവസാന പ്ലേ ഓഫിൻ്റെ സമയമൊക്കെ ആകുമ്പോഴാണ് അദ്ദേഹം തിരിച്ച് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. സോ ഇപ്പോൾ ഈ സീസണിൽ ഡ്യൂറൻഡ് കപ്പിൽ അദ്ദേഹം ബൂട്ട് കിട്ടിയിരുന്നു. 4 മത്സരങ്ങളിൽ നിന്ന് 2 അസിസ്റ്റ് അദ്ദേഹം നേടിയിരുന്നു. സോ ഇനി ISLലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ഫോം വീണ്ടും തെളിയിക്കേണ്ടത് ചെറിയൊരു അനിവാര്യതയാണ്. സോ താരത്തിന് അത് കഴിയട്ടെ. കഴിഞ്ഞ 3 സീസണിലും കളിച്ച പോലെ നല്ല വർക്ക് റേറ്റോടുകൂടി നല്ല രീതിയിൽ പ്ലേ മേക്കിംഗ് കഴിവുകളെല്ലാം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ആദ്യം പറയേണ്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ടോപ്പ് സൈനിങ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന താരത്തെക്കുറിച്ചാണ്. നോഹ സദോയി, 30 വയസ്സുള്ള മൊറോക്കൻ ഇൻ്റർനാഷണൽ പ്ലെയർ ആണ്. FC ഗോവയിൽ നിന്നാണ് ഈ ലെഫ്റ്റ് വിങ്ങർ ബ്ലാസ്റ്റേഴ്സിലേക്ക് കടന്നു വരുന്നത്. FC ഗോവയിൽ 54 മത്സരങ്ങളിൽ നിന്നും 29 ഗോളും 16 അസിസ്റ്റും ഈ താരം നേടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഡ്യൂറൻഡ് കപ്പിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം ബൂട്ട് കിട്ടിയിരുന്നു. 4 മത്സരങ്ങളിൽ ഹാട്രിക് ഉൾപ്പെടെ 6 ഗോളും 2 അസിസ്റ്റുമാണ് ഈ താരം നേടിയിരുന്നത്. ഗോൾഡൻ ബൂട്ടും ഇദ്ദേഹത്തിന് തന്നെയായിരുന്നു ഡ്യൂറൻഡ് കപ്പിൻ്റെ. സോ ഒരു നല്ല ഫോമിൽ കത്തി നിൽക്കുന്ന ഒരു ലെഫ്റ്റ് വിങ്ങർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ സീസണിൻ്റെ തുടക്കം തന്നെ കിട്ടുന്നത്. സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ മേജർ അറ്റാക്കിംഗ് ത്രെറ്റ് ആയിരിക്കും ഈ താരം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വാമി പെപ്ര, 23 വയസ്സുള്ള ഗാന സ്ട്രൈക്കറാണ്. ഗാന അണ്ടർ-23 ടീം എക്സ്പീരിയൻസ് ഒക്കെ താരത്തിനുണ്ട്. കഴിഞ്ഞ സീസണിലാണ് താരം ക്ലബിൻ്റെ കൂടെ ചേരുന്നത്. കഴിഞ്ഞ സീസൺ ISLൽ 12 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളും 1 അസിസ്റ്റുമാണ് താരത്തിൻ്റെ സമ്പാദ്യം. ഗോളടി മികവ് അത്ര മികച്ചതായിട്ട് കാഴ്ചവെക്കാൻ താരത്തിന് കഴിഞ്ഞില്ല. പക്ഷേ നല്ല രീതിയിലൊരു വർക്ക് റേറ്റ് അദ്ദേഹം പുറത്തെടുത്തിരുന്നു. അതുമാത്രമല്ല ജനുവരിയിൽ അദ്ദേഹം ഗ്രോയിൻ ഇഞ്ചുറിക്ക് വിധേയനാവുകയും പിന്നീടുള്ള സീസൺ മൊത്തം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇനിയിപ്പോൾ ഈ സീസണിലേക്ക് വരാണെങ്കിൽ ഡ്യൂറൻഡ് കപ്പിൽ അദ്ദേഹം 4 മത്സരങ്ങൾ കളിച്ചു, 4 ഗോളും 4 അസിസ്റ്റും അദ്ദേഹം നേടുന്നുണ്ട്. സോ പക്ഷേ ഒരു പ്രൈമറി സ്ട്രൈക്കർ ആയിരിക്കും, ഫസ്റ്റ് സ്ട്രൈക്കർ ആയിരിക്കും എന്ന് തോന്നുന്നില്ല ക്ലബിൻ്റെ.
പക്ഷെ നല്ലൊരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് തന്നെയാണ് ക്വാമി പെപ്ര ടീമിൽ ഉള്ളത്. കഴിഞ്ഞ സീസണുകളിലെ ക്ലബിൻ്റെ ടോപ്പ് സ്ട്രൈക്കറായിരുന്ന ദിമിത്രിയോസ് ദിയമാന്തക്കോസ് ക്ലബ്ബ് വിട്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് കൂടുമാറിയിരിക്കുകയാണ്. സോ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട് ഒരു സ്പാനിഷ് സെൻറ്റർ ഫോർവേഡിനെയാണ് ക്ലബ്ബ് എത്തിക്കുന്നത്. ജീസസ് ജിമിനസ് 30 വയസ്സുള്ള സ്പാനിഷ് സെൻറ്റർ ഫോർവേഡാണ്. താരത്തിൻ്റെ സൈനിങ് ഇത്തിരി ലേറ്റായിട്ടായിരുന്നു, താരം വരാനും ഇത്തിരി ലേറ്റായി. സോ പ്രീ സീസൺ അത്യാവശ്യം മിസ് ചെയ്തിട്ടുണ്ട് താരം. ഇനി താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്പെയിനിലെ ലോവർ ഡിവിഷൻസ്, അതേപോലെ തന്നെ പോളിഷ് ലീഗ്, MLS, ഗ്രീക്ക് സൂപ്പർ ലീഗ് എന്നീ ലീഗിലെല്ലാം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഗ്രീക്ക് സൂപ്പർ ലീഗിലെ OFI എന്ന് പറയുന്ന ക്ലബ്ബിൽ നിന്നാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് റെക്കോർഡ്സ് അത്ര ടോപ്പല്ല. OFI എന്ന് പറയുന്ന ക്ലബ്ബിലായാലും അതിനു മുമ്പ് MLS-ലാണെങ്കിലും കഴിഞ്ഞ 2 സീസണിലും അത്ര നല്ല അധികം മാച്ചസ് അദ്ദേഹം കളിച്ചിട്ടുമില്ല. ചെറിയ വിസ പ്രോബ്ലംസ് പറയുന്നുണ്ട്, ഇഞ്ചുറി കൺസേൺസ് ഒക്കെ പറഞ്ഞിരുന്നു. സോ അധികം മാച്ചസ് അദ്ദേഹം കളിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ അധികം ഗോൾ സ്കോറിങ് പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുമില്ല. പക്ഷേ അതിനു മുമ്പ് 2018 to 2022 പോളിഷ് ലീഗിൽ അദ്ദേഹം അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 134 മത്സരങ്ങളിൽ നിന്ന് 43ഓളം ഗോൾസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. സോ ആ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ പുറത്തെടുക്കാൻ റീഇൻവെൻറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അദ്ദേഹത്തിനും ബ്ലാസ്റ്റേഴ്സിനും വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ഓവറോൾ ഫോറിൻ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് അത്യാവശ്യം ഓക്കെയാണ്. ഓൾറെഡി നന്നായി കളിച്ചിരുന്ന മിലോസ് ഡ്രിൻസിച്ചിനെ കീപ്പ് ചെയ്യുന്നുണ്ട് ക്ലബ്ബ്. അതുപോലെ മറ്റൊരു താരത്തെ കൂടി എത്തിക്കുന്നുണ്ട് ഡിഫൻസിലേക്ക്. അതും ഒരു വെർസറ്റൈൽ പ്ലെയർ ആണ്. സോ ഇറ്റ്സ് എ ഗുഡ് സൈനിങ്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴാണ് അത്ര അഷുറൻസ് ഇല്ലാത്തത്. കാരണം എഡ്രിയൻ ലൂണ മാത്രമാണ് ഒരു പ്രോപ്പർ ഫോറിൻ പ്ലെയർ ആയിട്ട് മിഡ്ഫീൽഡിലുള്ളത്. സോ കഴിഞ്ഞ സീസണിലെ പോലെ ഒരു സിനാരിയോ, എഡ്രിയൻ ലൂണയ്ക്ക് ഒരു ഇഞ്ചുറി കൺസേൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്ലബിന് ഒരു പ്രോപ്പർ ഫോറിൻ മിഡ്ഫീൽഡർ ഇല്ലാത്തൊരു സാഹചര്യം വന്നേക്കാം. സോ ആ ഒരു ഏരിയയിലാണ് ചെറിയൊരു പരിങ്ങലുള്ളത്. ഇനി അറ്റാക്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആണ്. നോവ സദോയി ഉണ്ട് ലെഫ്റ്റ് വിങ്ങിൽ. അതേപോലെ ജീസസ് ജിമിനസ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിൽ ഇനി. പിന്നെ ക്വാമി പെപ്രയുണ്ട്. അദ്ദേഹം ഓൾറെഡി ഒരു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്കിംഗ് ഓപ്ഷനാണ് ഓൾറെഡി തെളിയിച്ചൊരു താരമാണ്. സോ മിഡ്ഫീൽഡിനെ വെച്ച് നോക്കുമ്പോൾ അറ്റാക്കിംഗ് സൈഡ് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആണ് ഫോറിൻ സ്ക്വാഡിൻ്റെ കാര്യത്തിൽ. ഇനി സ്റ്റാർട്ടിംഗ് 4 ആരായിരിക്കും എന്നുള്ള എൻ്റെ പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസിൽ എന്തായാലും മിലോസ് ഡ്രിൻസിച്ച് ഉണ്ടായിരിക്കും. ക്ലബിൻ്റെ വൈസ് ക്യാപ്റ്റനും കൂടി ആയി അദ്ദേഹത്തെ അനൗൺസ് ചെയ്തതാണ്. സോ കോച്ചിൻ്റെ മൈൻഡിൽ അദ്ദേഹത്തിന് നല്ലൊരു റോള് തന്നെ ടീം പ്ലേയിൽ ഉണ്ടായിരിക്കണം. സോ മിലോസ് ഡ്രിൻസിച്ചാണ് ഡിഫൻസിൽ ഒരു സ്റ്റാർട്ടറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. മിഡ്ഫീൽഡിൽ എന്തായാലും എഡ്രിയൻ ലൂണ, അതിന് വേറെ സംസാരത്തിൻ്റെ ആവശ്യമില്ല. അറ്റാക്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ ഇതേപോലെ നോവ സദോയി ഉണ്ട്. സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഐ തിങ്ക് സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും ക്വാമി പെപ്ര ആയിരിക്കും ഒരു സ്റ്റാർട്ടിംഗ് സ്ട്രൈക്കറായിട്ട് കളിക്കാൻ ചാൻസ്. കാരണം ജീസസ് ജിമിനസ് ടീമിൻ്റെ കൂടെ ചേരാൻ അത്യാവശ്യം വൈകിയിരുന്നു. പ്രീ സീസണൊക്കെ അത്യാവശ്യം മിസ് ചെയ്തിട്ടാണ് താരം വരുന്നത്. സോ ഐ തിങ്ക് ആദ്യത്തെ സ്റ്റേജിൽ ക്വാമി പെപ്ര ആയിരിക്കും സ്റ്റാർട്ടിംഗ് സ്ട്രൈക്കറായിട്ട് വരിക. പിന്നീടായിരിക്കും ജിമിനസ് ടീമിൻ്റെ കൂടെ കൂടുതൽ ഇൻറ്റഗ്രേറ്റഡ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഫോറിൻ സ്ക്വാഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഹോം ജേഴ്സിയും എവേ ജേഴ്സിയും എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട്. മിക്സ്ഡ് റിവ്യൂസാണ് ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന ഫുട്ബോൾ കണ്ടൻസ്, റെഗുലറായി വരുന്ന കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മലയാളി ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. And finally, thank you for watching this video and have a nice day.